പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക കാമുകൻ്റെ കൂടെയൊക്കെ പാർക്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ അനി കാണുകയും അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്, ഇതെന്തായാലും അവസരം കിട്ടുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം, ഏതറ്റം വരെ അവളൊന്ന് പോകുമെന്നുള്ളത് നോക്കാം. എന്നെയും നന്ദുവിനെയും ചേർത്ത് ഏതു നേരം കുറ്റം പറയുന്നതും ഒരു നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം ആണല്ലോ അനാമികയുടേത്. അപ്പോൾ ഇത്തരം ഒരു കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുത്താൽ അവൾ അനന്തപുരിക്ക് പുറത്താകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അവസരത്തിനൊത്ത് ഇതെന്തായാലും എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി. അങ്ങനെ നമ്മുടെ അനാമിക വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് അതിനു മുമ്പേ അനി വീട്ടിലെത്തിയിരുന്നു. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ അച്ഛനും അമ്മയും കാണാനല്ലാതെ വേറെ ആരെ കാണാൻ പോവുകയാണ്, നിങ്ങളല്ലേ നന്ദുവിനെയും മറ്റുള്ളവരെയും കാണാനൊക്കെ ഇവിടെ നിന്ന് കള്ളം പറഞ്ഞ് പുറത്തു പോകുന്നത്, എനിക്ക് അത്തരത്തിലുള്ള സ്വഭാവം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിലാണ് ജാനകി പറയുന്നുണ്ട്, ഓ നിങ്ങൾ ഏത് നേരവും നോക്കിയാലും തല്ലാണല്ലോ, നിങ്ങൾക്ക് നല്ലതുപോലെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ അമ്മേ, മോൻ്റെ അമ്മയും കൂടെ തീരുമാനിക്കണ്ടേ, ഏത് നേരവും എന്നെ കാണുമ്പോൾ കൊത്തിക്കൊണ്ടാണല്ലോ അമ്മയുടെ മകൻ എന്നൊക്കെ പറയുകയാണ് ജാനകി. ആ സമയത്ത് അനിയോട് ചൂടാകുന്നുണ്ട്. എന്നിട്ട് നന്ദുവുമായിട്ടുള്ള നിൻ്റെ എല്ലാ ബന്ധവും നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ഇതിൻ്റെ പേരിൽ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അമ്മ ഒരുപാടങ്ങും മരുമകളെ വിശ്വസിക്കേണ്ട, ഇവൾ നല്ല വെള്ള ചെമ്മഞ്ഞ് നടക്കുകയാണ്, ഇവളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് എനിക്ക് അറിയാം, ഇവൾക്ക് കറങ്ങി നടക്കുന്ന പണിയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഓ നിൻ്റെ സ്വഭാവം ഇനി എൻ്റെ മേലേക്ക് ഇടാൻ പോവുകയാണോ, ഞാൻ ആരെ കൂടെ കറങ്ങി നടന്നു എന്നാണ്, അല്ല നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൺസുഹൃത്തിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അത് കണ്ടാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ, നീ എന്നെ കുറ്റപ്പെടുത്തില്ലേ, നീ എന്നെ അടിക്കുകയൊക്കെ ചെയ്യില്ലേ, ആ സ്ഥാനത്ത് നീയും നന്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെയുള്ളൊരു ബന്ധത്തിലോ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയോ പോയിട്ടില്ല, എനിക്ക് അത്തരത്തിലുള്ള സ്വഭാവം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, സ്വയം പൊക്കിക്കൊണ്ട് പറയുകയാണ്. ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട്, എടി നിൻ്റെ എല്ലാ കള്ളത്തരവും എൻ്റെ ഫോണിൽ തെളിവായിട്ടുണ്ട്, നീ കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്ക്, എത്ര കാലം നല്ല വെള്ള ചമഞ്ഞ് നടക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണമെടി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ജാനകിയോട് അനി പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് അങ്ങ് മരുമകളെ വിശ്വസിക്കേണ്ട, കാരണം ഒടുവിൽ സങ്കടപ്പെടേണ്ടി വരും, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അനി പറയുന്ന സമയത്ത്, നീയാണിപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ മരുമകളല്ല, എൻ്റെ മരുമകളെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി. അപ്പോൾ അനി പറയുന്നുണ്ട്, ഈ വിശ്വാസം എപ്പോഴും ഞാൻ കാണണം കേട്ടോ, അല്ലാതെ ഒരു കാലം വരുമ്പോൾ അത് നഷ്ടപ്പെടരുതേ, അന്നേ അമ്മയോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താ ഇപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ തലയിൽ നന്ദു മാത്രമാണല്ലോ, അതിനെക്കൊണ്ടാവും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ജാനകിയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇവരുടെ സംസാരങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനി അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ പുറകിലൂടെ വന്നിട്ട്, എന്താ മോനെ, എന്താ ഇത്, ഏത് നേരവും ഓരോ പ്രശ്നം പറഞ്ഞിട്ട് വഴക്കാണല്ലോ, മോനെ അവൾ ഒരു സൗകര്യവും തരുന്നില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ മുത്തശ്ശ, ഞാൻ ഈ പറഞ്ഞതല്ലേ അവളുടെ കാര്യം, എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് മുത്തശ്ശ, അവൾ കൊള്ളില്ല, അവൾ നമ്മുടെ തറവാടിന് യോജിച്ച ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ മോന് വെറുതെ തോന്നുന്നതാണ്, കാരണം ആ കുട്ടി ആ ഒരു പ്രായമാണല്ലോ, പിന്നെ പ്രായത്തിൻ്റെ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും അവളെ അങ്ങനെയാണല്ലോ വളർത്തി വെച്ചിരിക്കുന്നത്, അപ്പം മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവൻ്റെ അച്ഛനെയും അമ്മയെയാണ് കുറ്റം പറയേണ്ടത്, പിന്നെ അവളുടെ സ്വഭാവം നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം, അവൾ കുട്ടിയല്ലേ, അതുകൊണ്ടാണെടാ, നീ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അവൾ ഒന്നും അറിയാത്ത കുട്ടിയാണ് എന്നുള്ളത് മുത്തശ്ശന് തോന്നുന്നതാണ്, അവൾ എല്ലാം അറിയുന്ന ഒരു പഠിച്ച കള്ളി തന്നെയാണ്, അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുത്തശ്ശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്താണ് നീ പറയുന്നത്, അവളുടെ എന്ത് സ്വഭാവം മനസ്സിലാക്കി എന്നുള്ളതാണ്, അവൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ, അതൊക്കെ നീ നന്ദുവിനോട് അടുപ്പം കാണിക്കുന്നത് കൊണ്ടല്ലേ, നിനക്ക് നന്ദുവുമായിട്ടൊന്ന് അകന്ന് നിന്നാൽ മതിയല്ലോ, അവളോട് ഫോൺ ചെയ്യാതെ അവളെ കാണാതെ നിന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ, അവളെ ചൊല്ലിയല്ലേ ഇവിടെ തർക്കമുള്ളൂ, വേറൊരു പ്രശ്നവും നിങ്ങൾ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഞാൻ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവളെ ഓരോന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് വരും, പിന്നെ നന്ദുവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സൗഹൃദപരമായിട്ടുള്ള ബന്ധം ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ലല്ലോ മുത്തശ്ശ, ഞങ്ങൾ തമ്മിൽ ആദ്യമേ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം, അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ അവളുടെ സ്വഭാവം കൊള്ളില്ല, അത് മാത്രമല്ലല്ലോ കാരണം,
അവളിവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. അവളിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നയനേട്ടത്തെയും നവ്യേട്ടത്തെയും വന്ന സമയത്ത് ഇവിടുത്തെ അവരുടെ അമ്മായിയമ്മ സ്വീകരിക്കാത്ത പ്രശ്നവും അതിൻ്റെ ചുറ്റുപറ്റിയുള്ള പ്രശ്നങ്ങളും അല്ലേ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ അവസ്ഥ. പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ അവസ്ഥയിലേക്കാണല്ലോ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അനി പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാൻ. ആദ്യം അവളുടെ അച്ഛൻ്റെയും അമ്മയും ഇങ്ങോട്ടുള്ള വരുത്തൊക്കെ അവസാനിപ്പിച്ചാൽ അത് പതിയെ ശരിയായിക്കോളും. അവരുടെ ബന്ധത്തിന് ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ ആദ്യം അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ തിരുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം പിന്നെ എല്ലാം ശരിയാവുമല്ലോ മോനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അത് മുത്തശ്ശ, നമ്മുടെ ബന്ധം നല്ല രീതിയിലാക്കണമെങ്കിൽ എന്നോട് ഒരു ആത്മാർത്ഥത അവൾക്ക് വേണ്ടേ. അത് ഇതുവരെ ഞാൻ കണ്ടിട്ടോ ഒന്നുമില്ല. ഏതു നേരം പ്രശ്നം ഉണ്ടാക്കാനാണ് അവളുടെ ഒരു ശ്രമം. ഞാൻ നല്ല രീതിയിൽ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എന്തിനാണ് എന്നുള്ളത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അവളുടെ സ്വഭാവം ശരിയല്ല, അവളുടെ ലക്ഷ്യങ്ങൾ പലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്? എന്ത് സ്വഭാവമാണ് അവൾക്ക് നീ കണ്ടെത്തിയിട്ടുള്ളത്? എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനി ആ വീഡിയോ ക്ലിപ്പ് മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ അനാമിക കാമുകൻ്റെ മടിയിലൊക്കെ തലവെച്ച് കിടക്കുന്നതും സല്ലപിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുത്തശ്ശനാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇത് അനാമിക തന്നെയാണോടാ, നിനക്ക് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, നമ്മുടെ അനാമികയെ പോലെ തന്നെയാണല്ലോ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ട് ഷൂട്ട് ചെയ്തതാണ്, ഇത് അനാമികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ഫോട്ടോസ് ഉണ്ട്, ഞാൻ സൂം ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നല്ല വെള്ളച്ചമയം നടക്കുകയാണല്ലേ, ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇത്തരത്തിലുള്ള മോശം സ്വഭാവമുള്ള ഒരു പെൺകുട്ടി അനന്തപുരിക്ക് യോജിച്ചതല്ല. വെറുതെ അല്ലല്ലേ മോനെ ഇടക്കിടക്ക് അവളെ എനിക്ക് ഒത്തുപോകാൻ പ്രയാസമുണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഇതൊന്നും മുത്തശ്ശന് അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഇതൊക്കെ തെളിവോടുകൂടി മുത്തശ്ശന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എനിക്ക് മുന്നേ ഇത്തരത്തിലുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവളെക്കുറിച്ച് നല്ല അഭിപ്രായം ആരും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു മുത്തശ്ശ. പിന്നെ മുത്തശ്ശനോട് സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി മോൻ്റെ സങ്കടം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവളെ ഇവിടെ വെച്ച് വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശന് അനാമികയുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് തീരുമാനം ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും